നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്? അതിന് മുൻപ് തന്നെയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിഫ്റ്റിയിലും ഈ ഒരു മൂവ്മെന്റ് വലിയൊരു ഇവൻ്റായി കഴിഞ്ഞിട്ട് വരുന്നൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇലക്ഷൻ്റെ ആ ഒരു സമയത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നിരുന്നു. ലോവർ ലെവൽ സപ്പോർട്ടുകൾ തന്നിരുന്നു. ആ ഒരു സപ്പോർട്ടുകൾ ഹോൾഡ് ചെയ്ത് നിഫ്റ്റി നിലനിൽക്കുന്നതാണ്. ലോവർ ലെവലിൽ നിന്ന് തന്നെ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു വരുന്നത് നിഫ്റ്റിയിൽ ഇവൻ്റെ വന്നിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഡേറ്റിലാണ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറെ ക്യാൻഡലിൻ്റെ ലോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റൗണ്ട് നമ്പറിൽ എടുക്കുകയാണെങ്കിൽ 21,800. അപ്പോൾ ലോവർ ലെവലായാലും ഇനി ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 21,800. ഈ ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് വരും ദിവസങ്ങളിൽ ഇൻ കേസ് ഞാൻ ലോങ് ടൈം വ്യൂവിലാണ് പറയുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്നത് വളരെ ഒരു ഹയർ ലെവലാണ്, 23,290 പക്ഷേ ഈ ഒരു ഹയർ ലെവലിനെയും ശ്രദ്ധിക്കണം. ഇത് മുൻപ് വന്നിരിക്കുന്ന ഒരു ഹൈ, ഈ ഒരു ഹൈ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പോലെ നിഫ്റ്റി നിലനിൽക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഈ ഹൈയുടെ അടുത്ത് റെസിസ്റ്റൻസ് എടുക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇൻട്രാഡേ ലെവലിൽ പറയും. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ ആയിട്ട് സാധിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ടാണ്. കാരണം ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് താഴെ പോയാൽ മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ ആയിരിക്കില്ല മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു ക്രാഷിലേക്കൊക്കെ മാർക്കറ്റിന് ഒരു സാധ്യതയുണ്ട്. സാധാരണ ഒരു 5%, 10% ഒക്കെ കറക്ഷൻ നോർമൽ കറക്ഷൻ ആണ്. പക്ഷെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ഹോൾഡിംഗ് ലെവലിൽ, ഞാൻ ലോങ് ടൈം വ്യൂവിലാണ് പറയുന്നത്, ഹോൾഡിംഗ് ലെവലിൽ ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കും. ഇൻട്രാഡേ ലെവൽ ശ്രദ്ധിക്കുക. ഈ ഒരു ലെവൽ ഹയർ ലെവൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം? ഇത് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ഗ്രാഫാണ്. നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതായത് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എടുക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് പോസിറ്റീവ് സെന്റിമെന്റിലാണ്. ഈ പോസിറ്റീവ് സെന്റിമെന്റിന് നിലനിർത്തേണ്ട സപ്പോർട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്, ഏതൊരു സപ്പോർട്ട് നിലനിർത്തിയാലാണ് ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിലനിർത്തുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം സപ്പോർട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത്തരം സപ്പോർട്ടുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. ഇപ്പോഴത്തെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റില് നിഫ്റ്റി ഓൾറെഡി ബൈയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ നിഫ്റ്റിയിൽ ബൗൺസ് കിട്ടും, ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക. നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ നോക്കുക. 23,205 ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് തന്നെയാണ് സാധ്യത. പക്ഷെ 23,305 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷം 23,440 റെസിസ്റ്റൻസ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നത്, 23,440 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. 23,440 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്, ബൈയുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. ഹയർ ലെവൽ റെസിസ്റ്റൻസിനെ ഇങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ അത് കാണിച്ചു തന്നു. ആ ഒരു ഏരിയയിൽ ഡബിൾ ടോപ്പ് വരാനായിട്ടൊരു സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്കൊരു ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. പക്ഷെ 23,305 കൂടി ബ്രേക്ക് ചെയ്താൽ, അതായത് 23,440 മുകളിൽ ഓപ്പൺ ചെയ്തു, 23,305 കൂടി താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും, ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. പക്ഷെ ലോവർ ലെവൽ നല്ല സപ്പോർട്ടുകളുണ്ട്. സപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. 23,205 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 23,160 സപ്പോർട്ടാണ്.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിന് ഒരു താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ, 23,305 ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 305 ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 305 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ 305 മുകളിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,160 സപ്പോർട്ട്, അതിനുശേഷം 23,075 സപ്പോർട്ട്, അതിനുശേഷം 23,040 സപ്പോർട്ട്. ഇപ്പോൾ ലോവർ ലെവൽ ഈ സപ്പോർട്ടുകളൊക്കെ ആയാലും നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാൻ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു സാധ്യത വരണമെങ്കിൽ നിഫ്റ്റി 23,200 താഴത്തേക്കെങ്കിലും നിഫ്റ്റി ഒരു ക്ലോസ് ചെയ്താലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത കാണുന്നത്. അതനുസരിച്ചായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ട്രെൻഡിൽ നിഫ്റ്റിനെ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് വരും ദിവസങ്ങളായാലും ഫിൻ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും മാനേജ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു സിറ്റുവേഷൻ ആയാലും റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ സപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസത്തെ ലോ സപ്പോർട്ടായിട്ട്, നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ലെവലിൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ കാണുന്നത്. പക്ഷേ എക്സാക്റ്റ് ആയിട്ടുള്ള ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ വർക്ക് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഏതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിലനിർത്താൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 49,600 ഹോൾഡ് ചെയ്യുന്നിടത്തോളം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും, അതായത് 49,600 ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നിടത്തോളം ബൈക്ക് തന്നെയാണ് സാധ്യത. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി റിസ്ക് ആണ്. ഇതിന്റെ മുകളിൽ എവിടെ ഓപ്പണിങ്ങിലും ഇൻകേസ് ഹയർ ലെവൽ ഓപ്പൺ ചെയ്താലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും 49,600 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് വീക്ക്നെസ് ആകുന്നത്. അതുകൊണ്ട് തന്നെ 49,600 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഒരു ഓപ്പൺ ചെയ്തു, ഇതിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ 49,120 സപ്പോർട്ട്, 48,950 സ്ട്രോങ് സപ്പോർട്ടുകളാണ്. ലോവർ ലെവലായാലും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 50,475 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി, വൈഡ് ഓപ്പർച്യൂണിറ്റി ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ്. എപ്പോഴും ചെറിയ റിസ്കിൽ ട്രേഡ് ചെയ്യാനും ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാനായാലും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് സാധിക്കുന്നത്. നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. ഡെയിലി ടൈം ഫ്രെയിലാണെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളാണിത്. എക്സാക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിലാണെങ്കിലും പോസിറ്റീവ് തന്നെയാണ് സെന്റിമെന്റ് വരുന്നത്. ഫിൻ നിഫ്റ്റി ആയാലും റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഫിൻ നിഫ്റ്റി നിലനിൽക്കുന്നത്. പക്ഷെ അടുത്തൊരു ഈ ഒരു സപ്പോർട്ട് ലെവൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിയാലാണ്, അതായത് ഏതാണ് നിലനിർത്തേണ്ട സപ്പോർട്ട് ലെവൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവല് 21,800 അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട്. 21,800 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. പക്ഷെ 800 മുകളിലേക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രെങ്ത് കിട്ടും. ഹയർ ലെവൽ 22,400 സപ്പോർട്ട് വരുന്നത്. നമുക്ക് വേറെ ഈ ഒരു റേഞ്ചിൽ വേറെ സപ്പോർട്ട് ഇല്ല. അതായത് 21,900 സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം ഫിൻ നിഫ്റ്റി
ബൗൺസ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇന്നത്തെ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. മാത്രമല്ല ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 22,400 റെസിസ്റ്റൻസ്. അതാണ് ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. ഓപ്പൺ ചെയ്യുന്നത് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇൻ കേസ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 22,400 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരു കാരണവശാലും പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസ് താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ 21,900, അതുപോലെ തന്നെ 900 താഴെ 21,800, 700 എന്ന് പറയുന്ന റേഞ്ചും സ്ട്രോങ് സപ്പോർട്ടുകളാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഒരു ബൗൺസ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഫിൻ നിഫ്റ്റി നടത്തും. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നിഫ്റ്റിനെയും ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യുക. വരുന്ന ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.